സംസ്ഥാന അവാർഡ് ഈ സിനിമ മേടിച്ചത് ഞെട്ടിയോ? മികച്ച നടനുള്ള അവാർഡ് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞെട്ടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹിച്ചിരുന്നു, വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാമർ നടന്മാരൊക്കെ ഏറ്റുവാങ്ങുന്നൊരു പുരസ്കാരം ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്യുന്ന ഒരാൾ കരഗസ്ഥമാക്കുന്നു. അല്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ചില ഭാഗ്യത്തിൻ്റെ എലമെൻറ്റും കൂടിയുണ്ട്. കാരണം നമ്മുടെ പടം വരുന്ന സമയത്ത് നമ്മളെക്കാൾ മിടുക്കന്മാരെ ഒരുപാട് നടന്മാരുണ്ട്. ഇവർക്കൊക്കെ നല്ല വേഷങ്ങൾ കിട്ടാതിരിക്കുക, നല്ല സിനിമ ഇറങ്ങാതിരിക്കുക, നല്ല സിനിമ ഇറങ്ങാതിരിക്കണം. പിന്നെ നമ്മുടെ പടം കാണുമ്പോൾ അന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളിൽ നമ്മളോട് ശത്രുത ഇല്ലാത്ത ആളുകളായിരിക്കണം. പിന്നെ അറിയാതെ ചിലപ്പോൾ അദ്ദേഹത്തിന് സ്നേഹമുള്ള ഒരാളുടെ മുഖച്ഛായ നമുക്കുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രത്തിന് ജസ്റ്റേഴ്സിലുണ്ടെങ്കിൽ പോലും അത് സ്വാധീനിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പം അതിൽ കയറിയിട്ട് അങ്ങനെ ഞെളിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അത് ഞാൻ നാഷണൽ അവാർഡ് മേടിച്ചു, നാളെ മുതൽ ഞാൻ ഇന്നാളാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഈ അവാർഡ് മേടിച്ച ശേഷം റെമ്യൂണറേഷൻ നാളെ മുതൽ 25% കൂടി. ഇല്ല, കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള പടങ്ങൾ കുറേ വന്നു. അപ്പോൾ നമുക്ക് കണക്ക് പറഞ്ഞ് മേടിക്കാൻ നമുക്കറിയാം. അപ്പോൾ അവരുടെ ഞാൻ പറയും, ഈ പടം സാമ്പത്തികമായിട്ട് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ നല്ല പടം എടുക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ എനിക്കും അത് ചെയ്യാൻ ഇഷ്ടമാണ്. നല്ല ക്യാരക്ടറാണ്. അപ്പോൾ നല്ല പടം എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവർ ഒരു സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിച്ചിട്ട് തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിന്നെ റെമ്യൂണറേഷൻ കുറച്ച് പറയേണ്ടി വരും. അത് ലാലിൻ്റെ അടുത്ത സുഹൃത്ത് പറഞ്ഞു, അവനുണ്ടല്ലോ നല്ല കച്ചവടക്കാരനാണ്, സംവിധാനം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും നിർമ്മിക്കുമ്പോഴും. പക്ഷെ അഭിനയത്തിലെത്തിയപ്പോൾ അവന് സ്വഭാവത്തിൽ കുറച്ച് മാറ്റമൊക്കെ വന്നു. നല്ലൊരു റോളിന് വേണ്ടിയിട്ട് അവൻ കുറച്ച് പൈസ വേണ്ടാന്ന് വെക്കും, റെമ്യൂണറേഷൻ കുറയ്ക്കും, വേണത് വൈകി മേടിക്കും, വേണേ പകുതിയെ വാങ്ങുള്ളൂ. അവരെന്തോ ഒരു മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട്. അല്ല, അതുപോലെ പടങ്ങൾ ചിലത് ഒഴിവാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കൂട്ടി പറയും. ചിലതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പടങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുട്ടി പറയും, കൂട്ടി പറയും, പോയിന്ന് വിചാരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നോ ഇത് ഇത്ര കൂടുതലല്ലേ? കൂടുതലാണ്. പക്ഷേ എനിക്ക് ഇത് പടം കൊണ്ട് ഞാൻ ഈ പടം നിങ്ങളിപ്പോൾ ഒരുപാട് നിർബന്ധിക്കൊണ്ടാണ് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷെ ചെയ്യുമ്പോൾ എനിക്കറിയാം എനിക്ക് ആ പടം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നെ പറ്റിയുള്ള ആളുകളുടെ ധാരണയിൽ. അപ്പോൾ ആ നഷ്ടങ്ങൾ പിന്നെ ഇത് പണം വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പൈസ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, പ്രതീക്ഷിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് പടങ്ങളൊക്കെ ഉണ്ട്.